മായാമണി ആയിഷയുടെ ചായക്കടയിലെത്തിയതോടെ കച്ചവടം മുഴുവൻ ആയിഷയ്ക്കായി. ഖദീജയുടെ കടയിൽ ആരും കയറുന്നില്ല. ആയിഷ ഒരു പെണ്ണിനെ ഇറക്കി ആണുങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് ഖദീജ ആക്ഷേപിച്ചു. മായാമണി പുരുഷനാണെന്നറിയാതെ ആയിഷ അവളോട് വളരെ അടുത്തു പെരുമാറുന്നു. അവൾ മായാമണിയെ തന്റെ മുറിയിൽ കിടത്തുന്നു. ഷുക്കൂറിനാകെ ആധിയായി. അവൻ തന്ത്രപൂർവം മായാമണിയെ ഉമ്മയുടെ മുറിയിൽ നിന്നും മാറ്റി കിടത്തിയെങ്കിലും മായാമണി ഉമ്മയോട് അടുക്കാതിരിക്കാൻ അവൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടിലായി അവൻ. ഇതിനിടയിൽ ദൃശ്യയുടെ നിലപാടുകൾ അംഗീകരിക്കപ്പെടുന്നതിൽ ആയിഷയും ഷുക്കൂറും അസ്വസ്ഥരാകും. തുടർന്ന് കാണും. കാര്യം നടന്നു കിട്ടിയാ മതി. അവൾക്ക് പഴയതുപോലെ എന്നോട് സ്നേഹം വേണം. സ്നേഹമൊക്കെ വരും, സ്നേഹമൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കണം കേട്ടോ. പിന്നെ ഞാനൊരു പൊടിയും കൂടെ തരാം. സംശയമുള്ളവർക്കൊക്കെ കലക്കി കൊടുത്താ മതി. എല്ലാം ചെയ്യൂ. ആലുമുട്ടിലമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ചില്ലറക്കാരിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? കുഞ്ഞു അറിയതിന്റെ ആടിനെ മോട്ടിച്ചത് ആ കള്ളം പാപ്പിയാണെന്ന് ആരാ കണ്ടുപിടിച്ചത്? ഈ ആലുമുട്ടിലമ്മ. നമ്മുടെ വെളുത്തേടത്തെ വേലായുധന്റെ പറമ്പിലെ അതിരുകല്ല് ഊരിക്കൊണ്ടുപോയത് ചക്കാലയിലെ ആനന്ദനാണെന്ന് ആരാണ് കണ്ടുപിടിച്ചത്? ഈ ആലുമുട്ടിലമ്മയല്ലേ? നമ്മുടെ മണക്കാട്ടെ ബലരാമന്റെ ഇളയ മോളില്ലേ, ആ നഴ്സ് വെച്ച് അത് ഒളിച്ചോടി പോയപ്പോ തിരിച്ചു കൊണ്ടുവന്നത് ആരാ? ഈ ആലുമുട്ടിലമ്മയല്ലേ? ആളൊരു ഭയങ്കര സംഭവം തന്നെ. ഉള്ളതാണോ മാട്ടുപ്പെട്ടി പറയുന്നതൊക്കെ? കൊള്ളാം. എനിക്ക് തന്നെ എത്ര അനുഭവങ്ങളാ. എന്റെ വസ്തുവിനകത്ത് വഴിവെട്ടാൻ വന്ന ആ കൊച്ചുവാസുവിനെ നടുവടിച്ച് കിടത്തിയത് ആരാന്നാ നിങ്ങളുടെ വിചാരം? ഈ ആലുമുട്ടിലമ്മ. എന്നാ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ഇവരെ വിളിച്ചാ പോരെ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ നമ്മുടെ രാജ്യത്തേക്കൊക്കെ വരുന്ന തീവ്രവാദികളില്ലേ, അവരെയൊക്കെ പിടിക്കാൻ ഈ ആലുമുട്ടിലമ്മ വിട്ടാ പോരെ? നമ്മളങ്ങനെ അങ്ങോട്ട് കയറിയൊന്നും പറയരുത്. അവര് പറയുന്നത് നമ്മൾ കേക്കണം. അവര് തരുന്ന ഭസ്മമോ ഏലസോ നമ്മൾ വാങ്ങിക്കണം. പറയുന്നത് എന്തും വിശ്വസിക്കണം. വിശ്വാസമല്ലേ വലുത്? വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വസിച്ചല്ലേ മതിയാവൂ. ഓള് ചോര തുപ്പിച്ചാവുന്നത് കണ്ടാ മതി എനിക്ക്. എന്റെ ആൽമുട്ടിലമ്മേ, നീയേ ശരണം. അല്ല, ഈ മുസ്ലിമായ ഞാൻ അവിടെ വരുന്നത് കൊണ്ട് വേറെന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ആലുമുട്ടിലമ്മയ്ക്കേ ജാതിയും മതവും ഭർത്താവും കൊച്ചുങ്ങളും ഒന്നുമില്ല. അല്ല, മാട്ടുപ്പെട്ടി ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്? ഞാനിതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുക. അപ്പോ മാട്ടുപ്പെട്ടിക്ക് എന്തോ കാര്യമൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ പോണോന്നില്ല, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാല് കാര്യം നടക്കും. ഇതാ നമ്മള് മലയാളികളുടെ പ്രശ്നം. ഒരു കാര്യം അറിയുമ്പം പരിശോധിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അത് നാടങ്ങ് മുഴുവൻ പ്രചരിപ്പിക്കുക. ഇതേവരെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്നാലും പറച്ചില് കേട്ട അവരുടെ കൂടെ താമസിച്ചതാണെന്ന് തോന്നും. എന്തായാലും ഖദീസമ്മയ്ക്ക് ഒരു കാര്യം വന്നപ്പോ കൂടെ വരാൻ കഴിഞ്ഞല്ലോ. പിന്നെ തിരുനെല്വേലിക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയ എന്റെ ഭാര്യയില്ലേ, അവളിപ്പോ എവിടെയുണ്ടെന്നൊന്ന് ചോദിക്കാമായിരുന്നു. അത് ശരി. അപ്പൊ എന്റെ കൂടെ വന്ന് ചുളുവിൽ ഇതും കൂടെ അങ്ങ് നടത്താവല്ലേ? ഹലോ, നിങ്ങൾ എവിടെ പോവാ? ആലുമുട്ടിലമ്മയെ കാണാനാണോ? ഞാനും അങ്ങോട്ടാ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ ഖദീസമ്മയ്ക്ക് പാര വയ്ക്കാനേ അടുത്തൊരു കടക്കാരിയുണ്ട്. അവര് ചില കൂടോത്രം ചെയ്തന്നേ. എന്താ അതിന്റെ ദോഷം, മറുക്രിയ വല്ലതും ഉണ്ടോ, അതൊക്കെ അറിയാനാണ് ഈ പോക്ക്. ഈ അയൽക്കാരി ആളെങ്ങനെയാണ്? മഹാ അഹങ്കാരിയാ. ഇതാണ് ആദ്യ ഭാര്യ. അവരിവരുടെ ഭർത്താവിന്റെ രണ്ടാം കെട്ടുകാരിയാ. അയ്യേ, അവള് രണ്ടാം കെട്ടുകാരിയൊന്നുമല്ല. എന്റെ കുഞ്ഞിക്കാതിരക്കയുടെ ഭാര്യയേ അല്ല. അവള് ഞങ്ങളുടെ കുടുംബത്തോട്ട് വലിച്ചു കയറി വന്നവളാ. കുഞ്ഞിക്കാതിരക്കയുടെ മോനാണെന്നും പറഞ്ഞ് ഒരു ചെറുക്കനും ഉണ്ട്. ഇപ്പൊ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ?
അവളും അവളുടെ മോനും ചോര തുപ്പിത്തേണ്ടി തിരിഞ്ഞു നടക്കണം. പിന്നെ അവളില്ലേ, അവള് മുടി അഴിച്ച് ചൊറിയും പിടിച്ച് പ്രാന്തിയെ പോലെ തെക്ക് വടക്ക് നടക്കുന്നത് എനിക്ക് കാണണം. അത്രയും മാത്രം മതി. ആലും മൂട്ടിലമ്മ എല്ലാം നടത്തി ശോ, നിങ്ങൾ എന്തിനാ പോകുന്നത്? അതെ, എന്റെ പ്രിയപ്പെട്ട ഒരു ഭാര്യയുണ്ടല്ലോ, അവള് തിരുനെൽവേലിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി. അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കൊന്ന് ചോദിച്ചറിയണം. അലമുട്ടിലമ്മേ, തിഷ്ഠത ധർമ്മ. ഓം ഹ്രീം ഓം അലമുട്ടിലമ്മേ, ഓം ഓം ഹനുമ, ഓം പിടിച്ചോളൂ. ഞാൻ തന്ന 2500 ഇതിനും വേണമല്ലേ? അലമുട്ടിലമ്മയെ പരീക്ഷിക്കരുത്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ചെയ്തോളൂ. പിടിക്കാൻ മറക്കണ്ട. ശങ്കര, അടുത്ത ആളെ വിളിക്കൂ. ഇരിക്കൂ ഇരിക്കൂ. ഓം ഹ്രീം ഹ്രീം ഓം നമോ ദേവി. തിഷ്ഠത, ജാഗ്രത. ആലമൂട്ടിലമ്മേ, ഖദീജ അല്ലേ? സുന്ദരി മുക്കിന് ചായ കച്ചവടം നടത്തുന്ന? അല്ലോ, അതെ. ഒരു ശത്രുണ്ട്, കൊടിയ ശത്രു. അത് പിന്നെ എന്റെ ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാ ആലമ്മൂട്ടിൽ അമ്മ പറഞ്ഞു തരും. ആണ്ടാകുന്ന തുസ്മാന്റെ മോളല്ലേ ആയിഷ? സത്യമാണല്ലോ അല്ലേ പറയുന്നേ? ഇതൊക്കെ എങ്ങനെ അറിയാം? ആലമ്മൂട്ടിലമ്മ എല്ലാം അറിയുന്നു. ഇന്നലെ രാത്രി നിങ്ങളുടെ പറമ്പിൽ പാരയിലൊരു പ്രയോഗം നടത്തിയില്ലേ? അത് നിങ്ങളുടെ സ്ഥിര ബുദ്ധി നശിച്ചേ ഭ്രാന്തിയായി അലഞ്ഞു നടക്കാനുള്ള പ്രയോഗമായിരുന്നു. ഭയങ്കരി ഒരുമ്പട്ടോടെ. നീ അതും ചെയ്യും അതിന്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാവടി. ആലുമുട്ടലമ്മേ, ഞാൻ ഇനി എന്ത് ചെയ്യണം? മറുക്രിയയുണ്ട്, മറുക്രിയയുണ്ട്. മുതളങ്ങയുടെ കായയിൽ ഒരു പ്രയോഗമുണ്ട്. ചെമ്പോത്തിന്റെ കാട്ടം കിട്ടോടെ? ചെമ്പോത്തിന്റെ കാട്ടവോ? അയ്യേ, അതിപ്പോ എവിടെ നിന്ന് ഒപ്പിക്കും? സാധാരണ പോത്തിന്റെ ഒക്കെ ആണെങ്കിൽ ഒപ്പിക്കാമായിരുന്നു. അതുപോലെ ചെമ്പോത്തിന്റെ തന്നെ വേണം. എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ആ മാട്ടുപ്പെട്ടിയോട് എങ്ങാനും പറയാം. അത് പാടില്ല, അവനവൻ തന്നെ ഒപ്പിക്കണം. അല്ലെങ്കിൽ ആലമ്മൂട്ടിൽ അമ്മ ഒപ്പിച്ചു തരും. അമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ച വെച്ചാ മതി. നേർച്ചെങ്കിൽ നേർച്ച. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? കൊതളങ്ങാക്കായും ചെമ്പോത്തിന്റെ കാട്ടും 2 ചെമ്പരത്തി പൂവും ചേർത്തൊരു പണിയുണ്ട്. എന്നിട്ടത് ആ കൊടും ശത്രു വരുന്ന വഴിക്ക് കുഴിച്ചിട്ടാ മതി. അവളുടെ 2 കാലും ഒടിഞ്ഞു തൂങ്ങും. പച്ചവെള്ളം കോരി കുടിക്കാനാവാത്ത പരുവമാകും. അയ്യോ, അതുപോരാ. അവക്ക് ഭ്രാന്തെടുത്ത് മുടിയും വലിച്ചു പറിച്ച് ചങ്ങല കിലുക്കി ദേ ഇങ്ങനെ വരണം. എങ്കിലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഈ പരമഭക്തിയുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ. പത്ത് കാശ് കിട്ടുന്ന സമയമാണ്. ഇരിക്കു കൊച്ചവിടെ. എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം. ഇന്നത്തെ പോലെ പൊട്ടിച്ചേക്കരുത്. വാങ്ങിത്തരാം. ആ വാങ്ങി തരാമെങ്കിൽ ഇവിടെ ഇരിക്കാം.
എന്തായി? സംഭവം മാട്ടുപ്പെട്ടി, മഹാസംഭവം. ഈ പരേതാത്മാവിന്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നതിന് മാട്ടുപ്പെട്ടി എനിക്ക് അടുത്ത മാസത്തെ പറ്റു തരണ്ട. എന്നാ പിന്നെ ഞാനും കൂടെ ചോദിക്കട്ടെ, ഒളിച്ചോടി പോയ എന്റെ കെട്ടിയോളുടെ കാര്യം? പോയി ചോദിക്കേ. കടന്നു വരൂ മാട്ടുപ്പെട്ടി, ഇരിക്കൂ. അയ്യോ, എന്റെ പേരൊക്കെ അറിയാമോ? ആലും മുട്ടിലമ്മ എല്ലാം അറിയുന്നു. നീ എന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അയ്യോ, നിന്റെ അതിര് മാന്തിയവനിപ്പം ചൊറിയും പിടിച്ച് കിടക്കല്ലേ? എല്ലാം ആലുമൂട്ടിലമ്മ അറിയുന്നു. നീ ഇപ്പൊ വന്നത് തിരുനെൽവേലിക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയ നിന്റെ കെട്ടിയോട് എവിടെയെന്ന് അറിയാനല്ലേ? അതെ. ഇപ്പോൾ അവളൊരു തഞ്ചാവൂരുകാരന്റെ കൂടെയാ. അത് കഴിഞ്ഞ് അവളൊരു തൃശ്ശിനാപ്പള്ളിക്കാരന്റെ കൂടെ പോകും. അവളിപ്പൊ ദേശാടനത്തിലാ. നീ വിഷമിക്കണ്ട. അടുത്ത വർഷം അവൾ 5-6 കുട്ടികളുമായി നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. നീ വിഷമിക്കണ്ട. അടുത്ത വർഷം അവൾ 5-6 കുട്ടികളുമായി നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഓം ആലുമൂട്ടിലമ്മേ, അവളിവിടെ തന്നെ തിരിച്ചു വരണേ. എടാ എടാ ശങ്കര, എടാ ഈ സാധനത്തിനടുത്ത് വെളിയിക്കള. ചേച്ചി, ഇത് റേറ്റ് കൂടുവേ. വാ തരാടാ. ഇത്രയും പൈസയുള്ളൂ? കുറച്ചും കൂടെ കൊടുക്കായിരുന്നു. ആലുമൂട്ടിലമ്മ പറഞ്ഞതെല്ലാം കീറി കൃത്യമല്ലേ? എല്ലാം അച്ചട്ട കാര്യങ്ങളാ പറഞ്ഞത്. മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? ഉമ്മ, ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഉമ്മ. നമ്മുടെ വിവരങ്ങളൊക്കെ അവർ ഏതെങ്കിലും വഴിയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അതറിഞ്ഞു വെച്ചോണ്ടാ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഓ, അല്ലെങ്കിൽ തന്നെ ഖദീജ ഉമ്മയും അപ്പുറത്ത് ആയിഷ ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങള് ഈ സുന്ദരമുക്കില് പാട്ടല്ലേ? പാട്ടായാലും ഗാനമേളയായാലും ഇതുപോലെ ദിവ്യത്വമുള്ള ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുക. ഓ, ആ മുഖത്ത് എന്തൊരു ദിവ്യതയാ, എന്തൊരു തേജസ്സ. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയല്ലേ ഇരുന്നത്? ആലുമൂട്ടിലമ്മേ, തിഷ്ഠതയാകുക. ഓം ഹ്രീം ഓം ഉമ്മ, ഈ ആൾദൈവങ്ങളുടെ പേരിലുള്ള എന്തോരം തട്ടിപ്പുകളാ ഇപ്പൊ ഓരോ ദിവസം അറിയുന്നത്. എത്ര തട്ടിപ്പ് കണ്ടാലും നമ്മൾ എന്താ പഠിക്കാത്തത്? ഓരോ തട്ടിപ്പ് കാണുമ്പോഴും നമ്മളത് വായിക്കും, പിന്നെ അത് മറക്കും, പിന്നെയും തട്ടിപ്പിന് ഇരയാകും. അതെ, അതിനൊക്കെ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ ശുദ്ധ മനസ്സാ. അതിനെ കബളിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക ഈ കള്ള ദൈവങ്ങള്. കൊച്ചെ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇത് മാത്രം നമ്മൾ സമ്മതിച്ചു തരില്ല. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ആ ദിവ്യസ്ത്രീ എന്നെ നോക്കിയപ്പം ഹോ, എന്റെ ദേഹത്തൂടെ പെരുപെരാന്ന് പെരുത്ത് കേറി. കറണ്ട് അടിച്ച പോലെ അല്ലായിരുന്നു. ഉമ്മ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കള്ളത്തരങ്ങളും വഞ്ചനകളും ഒക്കെ നമ്മൾ അറിയണ്ടേ? എത്ര പെൺകുട്ടികളുടെ ജീവിതമാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങൾ ഇതിന്റെയൊക്കെ പേരിൽ കഷ്ടപ്പെടുന്നത്. എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നത്. ഉള്ള സമ്പാദ്യങ്ങളെല്ലാം കൂടി വിറ്റുപറക്കി ആൾദൈവങ്ങൾക്ക് കൊടുത്ത് പാപ്പരായി പോയി എത്രയോ കുടുംബങ്ങളാ ഉള്ളത്. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവണം ഉമ്മ. അല്ലാതെ നമ്മൾ അതിനൊക്കെ കൂട്ടു നിൽക്കരുത്.
അത് മോള് പറഞ്ഞത് ശരിയാ. ചായക്കടയിൽ ഇരുന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ജിന്നിനെ ഒഴിപ്പിക്കാനെന്നും പറഞ്ഞ് ഒരു കൊച്ചിനെ ദേഹമാസകലം അടിച്ചെന്ന്. അടികൊണ്ട് ആ കൊച്ചു മയ്യത്തായെന്നാ കേട്ടത്. അപ്പൊ ഉമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നല്ലാതെ നമ്മൾ ഈ ദുനിയാവിലല്ലേ ജീവിക്കുന്നത്. അപ്പോ ഇതിനൊന്നും പോവണ്ട അല്ലേ? പിന്നല്ലാതെ നമ്മൾ ഈ ദുനിയാവിലല്ലേ ജീവിക്കുന്നത്. അപ്പോ ഇതിനൊന്നും പോവണ്ട അല്ലേ? അതെ ഉമ്മ, ഇതിനൊന്നും പോകാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ അവക്കിട്ടൊരു പണി കൊടുക്കാതെ എങ്ങനെയാ? അവള് നമുക്കിട്ട് പണി തന്നല്ലേ? ഉമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഉമ്മ വിശ്വസിക്കുന്ന ഈശ്വരനോട് മനസ്സൊരുക്കി അങ്ങ് പ്രാർത്ഥിക്കും. അവരുമ്മാനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടി കിട്ടിക്കോളും. അല്ല ഖദീജുമ്മ, മിനിഞ്ഞാന്ന് രാത്രിയില് എന്താ ശരിക്കും സംഭവിച്ചത്? ഞങ്ങള് രാത്രി ഉറങ്ങാൻ കിടക്കായിരുന്നു. ഒരു 12-1 മണിയൊക്കെ ആയി കാണും അല്ലേ ദൃശ്യേ? അതെ, കമ്പനിയുടെ സൈറൻ കേട്ടായിരുന്നു. ഒരു 12:30 ആയി കാണും. ഖദീജമ്മ വിളിച്ചിട്ടാ ഞാൻ ഉണർന്നേ. വാതില് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോ ഒരു 3-4 മന്ത്രവാദികളും അപ്പുറത്തെ അവളും കൂടെ ചേർന്നിട്ട് തീയും പുകയൊക്കെ കത്തിച്ചോണ്ട് കൂടോത്രം ചെയ്യുന്നു. അയ്യോ, എന്നിട്ട് മന്ത്രവാദം കൂടി വന്നപ്പോഴേ അപ്പുറത്തെ അവക്ക് ജിന്ന് കയറി. പിന്നൊരു കാഴ്ചയായിരുന്നു മെമ്പറേ. അവള് പൂക്കുല തുള്ളുന്ന പോലെയല്ലേ തുള്ളിയത്. തുള്ളി ഉറഞ്ഞ് അവള് പറയാ, ഖദീജ ടീ സ്റ്റാള് പൊളിഞ്ഞു പോണേ, ഖദീജയ്ക്ക് പ്രാന്ത് പിടിക്കണേന്ന്. ഞാൻ അതൊക്കെ കേട്ടിങ്ങനെ നിക്കൂ എന്റെ മെമ്പറേ. അത് കഴിഞ്ഞ് ഒരു കിഴിയിൽ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി പാരയായിട്ട് ഒരു മന്ത്രവാദി ഇങ്ങനെ ഇരുന്ന് തറ കുഴിക്കുക. അത് കുഴിച്ചിടാനായിരുന്നു പ്ലാൻ. അത് മറികടന്നിരുന്നെങ്കിൽ ഞാൻ മുഴുവട്ടായി പോയേനെ മെമ്പറെ. അല്ല, അല്ലെങ്കിൽ ഇപ്പം അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. സംഗതി അത് തന്നെയല്ലേ? എന്ത് സംഗതി? അല്ല, ഈ മുഴുവട്ടെന്ന് പറഞ്ഞതേ മെമ്പർ എന്നെ ഒന്ന് ആക്കിയതല്ലേ? മെമ്പറെ, ഏതോ സാമൂഹ്യ വിരുദ്ധര് ഇതുവഴി കറങ്ങി നടപ്പുണ്ട്, അല്ലാതെ കൂടോത്ര മന്ത്രവാദമൊന്നും അല്ല. ഞാൻ കഥകോറും നോക്കുമ്പോഴേ ഒരുത്തൻ പാരോണ്ട് തറ കുഴിക്കുന്നു. എന്നെ കണ്ടതും അവന് തിട്ടേ ചോടി. അതാ സംഭവിച്ചത്. അതാരാ ഇപ്പൊ ഖദീജ ടീ സ്റ്റാളിന് മുമ്പിൽ തുറന്നു നോക്കാൻ വന്നത്? ഇതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോ. ഇനി ഖദീജ ടീ സ്റ്റാളിന്റെ അടിവേര് വല്ലതും മാന്താനാണോ? ഇതൊന്നും അല്ല. പിന്നെ ആ ഒരുമ്പട്ടോള് എനിക്കെതിരെ കൂടാത്രം ചെയ്യാൻ നോക്കിയത് തന്നെയാ. അവക്കിട്ട് ഞാനൊരു പണിയുന്നുണ്ട്. ഞാൻ അറിഞ്ഞടി, നീ എനിക്കിട്ട് കൂടോത്രം ചെയ്യാൻ ആലുമൂട്ടിൽ അമ്മയുടെ അടുത്ത് പോയത്. ഓഹോ, നാണുണ്ടോടി നിനക്ക് കൂടോത്രക്കാരുടെ മന്ത്രവാദിയുടെ ഒക്കെ പുറകെ നടക്കാൻ? ധൈര്യം ഉണ്ടെങ്കിൽ നീ നേരിട്ട് വാ. മെമ്പറെ, മെമ്പറും കൂടെ കേക്കാൻ വേണ്ടി പറയുന്നു. ഇവളുടെ കടയിൽ പാലക്കൂടോത്രം ചെയ്തത് വേറെ ആരും അല്ല, ഞാൻ തന്നെയാണ്. അതെ, ഇവളുടെ കുടുംബ പാരമ്പര്യമാണല്ലോ. കേട്ടോ മെമ്പർ, ഇവളുടെ വാപ്പ ആണ്ടാങ്കുന്നത്ത് ഉസ്മാൻ എത്ര പേരെയോ കൂടോത്രം ചെയ്ത് ഒരു പരുവാക്കിയെന്നറിയാവോ? മരങ്ങാട്ട് പ്രദേശത്ത് ചെന്നാലേ ഇവളുടെ വാപ്പ കൂടോത്രം ചെയ്ത് കയ്യും കാലും പോയവരെയും പ്രാന്ത പിടിച്ച് നടക്കുന്നവരെയും കാണാം. മെമ്പർ ഒന്ന് അവിടെ പോയി നോക്കണം. അത് വേണം, പോയി നോക്കണം. സത്യ മെമ്പറെ ഇവള് പറഞ്ഞത്. നിങ്ങള് മരങ്ങാട്ടൊന്ന് പോയി നോക്കണം. പക്ഷെ എന്റെ ബാപ്പയ്ക്ക് ഒരു അബദ്ധം പറ്റുള്ളൂ. കൂടോത്രം ചെയ്ത് ഇവളെ കയ്യും കാലും ഒടിക്കാൻ പറ്റില്ല. ഈ അവിടെ പോയി എനിക്കിട്ട് പണിയാൻ വേണ്ടി കാശ് കൊടുത്ത് ഞമ്മൾ അറിഞ്ഞടി. ഈ എന്താ കരുതിയേ? ഈ ഒന്ന് അനങ്ങിയ ഇവിടെ ഇരുന്ന് ഞമ്മൾ അറിയും. എന്നെ വിളിച്ചോണ്ട് പോയി എന്റെ കയ്യിലെ കാശും ചെലവാക്കി തനിക്ക് നാണം ഉണ്ടോടോ അവിടെ ചെന്നിരിക്കാൻ? പല പെണ്ണുങ്ങളെ കണ്ടിട്ട് ചായക്കടക്കറി ഇരിക്കുന്നു. തനിക്കൊന്നും വേറെ ഒരു പണിയില്ലേടോ. വെറുതെ ചാത്തനോ വെറുതെ നാണം കെടുത്താൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. തന്റെ കെട്ടിയോളെ 5-6 കൊച്ചുങ്ങളുമായിട്ടല്ല
ഒരു 10-16 കൊച്ചുങ്ങളുമായിട്ട് കേറി വരും. നോക്കിക്കോ. ആലുമൂട്ടിൽ അമ്മ പറഞ്ഞത് അതെങ്കിലും സത്യമായിട്ട് വരണേ എന്റെ പടച്ചോനെ. ഇത് നല്ല കൂത്ത്. അങ്ങാടി തോറ്റതിന് മാട്ടുപെട്ടിയുടെ അടുത്താണോ? ആയിഷുമാരുടെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ അത് അവരോട് പറയണം. എന്റെ മണ്ടക്കിട്ട് വരരുത്. അയ്യടാ, മണ്ടക്കിട്ട് കേറാൻ പറ്റിയ ഒരു സാധനം. മേലിനി എന്റെ കട കയറി പോരുത്. പിന്നെ നിന്റെ കടയിൽ കേറാൻ പറ്റത്തോണ്ട് ചായ കിട്ടാതെ അങ്ങേര് മരിക്കാൻ പോണേണ്.